നമസ്കാരം. ഷഹബാസ് വധക്കേസിൽ ഒബ്സർവേഷൻ ഹോമിൽ റിമാൻഡിൽ കഴിയുന്ന 5 പ്രതികളെയും SSLC പരീക്ഷ എഴുതിക്കാനുള്ള തീരുമാനം വിവാദത്തിൽ. പരീക്ഷ എഴുതാമെന്ന് അധികൃതർ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. എന്നാൽ പരീക്ഷാ കേന്ദ്രം മാറ്റി. സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തി കോഴിക്കോട് വെള്ളിമാട് കുന്നിലേക്കാണ് പരീക്ഷാ കേന്ദ്രം മാറ്റിയത്. കുട്ടികളെ സ്കൂളിലെത്തിച്ച് പരീക്ഷ എഴുതിച്ചാൽ പ്രതിഷേധമുയരാൻ സാധ്യതയുണ്ടെന്ന കാര്യം പോലീസ് വിദ്യാഭ്യാസ വകുപ്പിനെ അറിയിച്ചിരുന്നു. രക്ഷിതാക്കളുടെ അഭ്യർത്ഥന പ്രകാരം ജുവനൈൽ ജസ്റ്റിസ് ബോർഡാണ് ഇവർക്ക് പരീക്ഷ എഴുതാനുള്ള അനുമതി നൽകിയത്. അതേസമയം ഷഹബാസിനെ അരുംകൊല ചെയ്ത പ്രതികളെ പരീക്ഷ എഴുതാൻ അനുവദിച്ചാൽ തടയുമെന്ന് യൂത്ത് കോൺഗ്രസ് മുന്നറിയിപ്പ് നൽകി. വിദ്യാഭ്യാസ വകുപ്പ് പൊതുവികാരം മാനിക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് താമരശ്ശേരി മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു. കേസിലെ പ്രതികളെ പരീക്ഷയ്ക്ക് ഇരുത്തുന്നത് മറ്റു കുട്ടികളെ ബാധിക്കുമെന്ന് യൂത്ത് കോൺഗ്രസ് പ്രസ്താവനയിൽ പറയുന്നു. ജീവിക്കാനുള്ള അവകാശം കവർന്നവർക്ക് വിദ്യാഭ്യാസ അവകാശ സംരക്ഷണം നൽകരുത് എന്നാണ് തങ്ങളുടെ അഭിപ്രായമെന്നും യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് MPC ജംഷിദ് പ്രസ്താവനയിൽ വ്യക്തമാക്കി. താമരശ്ശേരി ഗവൺമെന്റ് സ്കൂളിലെ വിദ്യാർത്ഥികളായ 5 പേരാണ് കേസിലെ പ്രതികൾ. ഇവർക്കെതിരെ കൊലക്കുറ്റം ചുമത്തിയിട്ടുണ്ട്. നിലവിൽ വെള്ളിമാട് കുന്നിലെ ജുവനൈൽ ഹോമിലാണ് പ്രതികളുള്ളത്. അതേസമയം കൊല്ലണമെന്ന് ഉറപ്പിച്ച ശേഷമാണ് ഷഹബാസിനെ വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ടുപോയത് എന്ന് ചാറ്റുകൾ തെളിയിക്കുന്നു. സംഭവത്തിന് മുൻപ് തന്നെ ഷഹബാസിനെ ലക്ഷ്യമിട്ട് കൊല്ലുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനെന്നോണം വാട്സപ്പ്, ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പുകൾ തുടങ്ങി. കൂട്ടം ചേർന്ന് മർദ്ദിച്ചാൽ കേസ് നിലനിൽക്കില്ലെന്നും മരിച്ചാൽ പോലും ജയിലിൽ കിടക്കേണ്ടി വരുമെന്നുമുള്ള നിയമവശങ്ങൾ പോലും ഈ കുട്ടി ക്രിമിനലുകൾക്ക് ചർച്ചാ വിഷയമായി. SSLC പരീക്ഷയായതിനാൽ അതിൻ്റെ ആനുകൂല്യം ലഭിക്കും എന്നും ഇവർ കരുതിയിരുന്നു. പ്രായപൂർത്തിയാകാത്തതിനാൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകില്ലെന്ന് ഉറപ്പിച്ച ശേഷമാണ് ഇവർ മനഃപൂർവ്വം കൊല ചെയ്തത്. കഴിഞ്ഞ ഞായറാഴ്ച ട്രിസ്റ്റ് ട്യൂഷൻ സെന്ററിലെ യാത്രയപ്പ് പരിപാടിയിലുണ്ടായ പ്രശ്നങ്ങളെ തുടർന്നായിരുന്നു ഷഹബാസിന്റെ മരണത്തിനിടയാക്കിയ അക്രമങ്ങൾ നടന്നത്. ട്യൂഷൻ സെന്ററിൽ പഠിക്കുന്ന താമരശ്ശേരി GVHSS വിദ്യാർത്ഥികളും എളൈറ്റിൽ സ്കൂൾ വിദ്യാർത്ഥികളും ഏറ്റുമുട്ടുകയായിരുന്നു. ട്യൂഷൻ സെന്ററിലെ വിദ്യാർത്ഥി ആയിരുന്നില്ലെങ്കിലും എളൈറ്റിൽ സ്കൂളിലെ സഹപാഠികൾക്കൊപ്പം ഷഹബാസും വിഷയത്തിൽ ഇടപെടുകയായിരുന്നു. ഈ സംഘർഷത്തിലാണ് ഷഹബാസിന് ഗുരുതര പരിക്കേറ്റത്. വ്യാഴാഴ്ച രാത്രിയോടെയാണ് ഷഹബാസിനെ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ നിന്നും കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത്. ICUവിൽ പ്രവേശിപ്പിച്ച ഷഹബാസിന് വെള്ളിയാഴ്ച 2 വട്ടം ഹൃദയാഘാതമുണ്ടായി. വെന്റിലേറ്റർ സഹായത്തോടെ തുടർന്ന ഷഹബാസ് ശനിയാഴ്ച പുലർച്ചെ 1 മണിയോടെ മരിക്കുകയായിരുന്നു. തലക്കേറ്റ പരുക്കായിരുന്നു മരണകാരണം. മർദ്ദനമേറ്റ ഷഹബാസിന്റെ തലയൊട്ടി തകർന്ന നിലയിലായിരുന്നുവെന്നും പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയിരുന്നു. ഷഹബാസിനെ മർദ്ദിച്ചു കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രധാന തെളിവായ നഞ്ചക്ക് പോലീസ് കണ്ടെടുത്തതിന് പിന്നാലെ പ്രധാന പ്രതിയുടെ പിതാവിന് കൊട്ടേഷൻ രാഷ്ട്രീയ ബന്ധമുണ്ടെന്ന വിവരവും പുറത്തു വന്നിരുന്നു. ഷഹബാസിനെ ആക്രമിക്കാൻ ഉപയോഗിച്ച നഞ്ചക്ക് കിട്ടിയതും ഇയാളുടെ വീട്ടിൽ നിന്നായിരുന്നു. പ്രധാന പ്രതിയുടെ പിതാവിന് കൊട്ടേഷൻ രാഷ്ട്രീയ ബന്ധങ്ങളുണ്ടെന്ന വിവരങ്ങളായിരുന്നു പുറത്തു വന്നത്. പ്രധാന പ്രതിയുടെ പിതാവ് TP വധക്കേസ് പ്രതി TK രജീഷിനൊപ്പം നിൽക്കുന്ന ചിത്രമായിരുന്നു പുറത്തു വന്നത്. ഇയാൾ സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ കേസുകളിലെ പ്രതിയാണ്. ആക്രമണ സമയം ഇയാൾ സ്ഥലത്തുണ്ടായിരുന്നതായി ഷഹബാസിന്റെ പിതാവ് ആരോപിച്ചിരുന്നു. വിദ്യാർത്ഥികൾ ആക്രമണത്തിന് ഉപയോഗിച്ച നെഞ്ചക്കും 4 മൊബൈൽ ഫോണുകളുമാണ് പ്രധാന പ്രതിയുടെ വീട്ടിൽ നിന്നും കണ്ടെത്തിയത്. ഞായറാഴ്ച പ്രതികളായ 5 വിദ്യാർത്ഥികളുടെ വീടുകളിലും അന്വേഷണ സംഘം വിവിധ സ്ക്വാഡുകളായി തിരിഞ്ഞ് ഒരേ സമയം പരിശോധന നടത്തുകയായിരുന്നു. ഈ പരിശോധനയിലാണ് ആക്രമണത്തിന് ഉപയോഗിച്ച ആയുധവും സന്ദേശങ്ങൾ കൈമാറിയ ഫോണുകളും കണ്ടെത്തിയത്. വധം ആസൂത്രണം ചെയ്തതിന്റെ കൂടുതൽ തെളിവുകൾ ഈ ഫോണുകളിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഓഡിയോ സന്ദേശങ്ങളും ചിത്രങ്ങളുമാണ് ഫോണിൽ നിന്ന് കണ്ടെത്തിയത്. ആക്രമണം നടത്താൻ വാട്സപ്പ് ഗ്രൂപ്പും ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പും വിദ്യാർത്ഥികൾ ഉണ്ടാക്കിയിരുന്നു. ഇതിനുപയോഗിച്ച ഫോണുകളാണ് കണ്ടെത്തിയത്. ഈ ഫോണുകൾ പരിശോധിക്കുന്നതിലൂടെ എങ്ങനെയാണ് പ്രതികൾ കൃത്യം ആസൂത്രണം ചെയ്തത്, ആരെല്ലാം ഗൂഢാലോചനയിലും ആക്രമണത്തിലും പങ്കെടുത്തു, മുതിർന്നവരുടെ സഹായം കിട്ടിയോ തുടങ്ങിയ കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരും. കൂടുതൽ ആളുകളുടെ പങ്ക് കണ്ടെത്താനായി പോലീസ് കൂടുതൽ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു വരികയാണ്.